എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് തയ്യാറാക്കി തന്നിട്ടുണ്ടായിരുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇലയുടെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ആവിയിലല്ല വേവിച്ചെടുക്കുന്നത്. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ ഒരു അടിപൊളി ഇലയുടെയാണ്. ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ളത് തേങ്ങാപ്പീരയാണ്. അപ്പം ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ ശർക്കര തന്നെ ചേർക്കുക. പഞ്ചസാരയേക്കാൾ കൂടുതൽ ടേസ്റ്റ് ശർക്കരയ്ക്ക് തന്നെയാണ്. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഏലയ്ക്ക, ചെറിയ ജീരകവും കൂടെ പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോഴേക്കും കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശർക്കരയൊക്കെ ഉടച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറും മാറും, എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ചും കൂടെ കിട്ടും. ഇതുപോലെ നമ്മുടെ തേങ്ങാപ്പീര മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുക. ഇതിലേക്ക് നമ്മുടെ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് നമ്മുടെ സാധാരണ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. ഇച്ചിരി നല്ല ലൂസ് പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു, ഒന്ന് മിക്സ് ചെയ്തു. വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു, മിക്സ് ചെയ്തു. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് ഈ ഒരു പരുവത്തിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല വാഴല എടുത്ത് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വാഴല വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് മാവ് എടുത്ത് വെച്ച് കൈ ഒന്ന് ഇടക്കിടക്ക് നനച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കനം കുറച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഇലയുടെ എല്ലാ ഭാഗവും എത്തുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ എങ്കിലും നമ്മളുടെ ഈ തേങ്ങാപ്പീര മിക്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് മാത്രം വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ വെച്ചിട്ട് ഒന്ന് നിരപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിത് ചുട്ടെടുക്കാനാണ് പോകുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല ഇരുമ്പിൻ്റെ ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ 2 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് നമ്മുടെ ഈ പാത്രം ഒന്ന് ചൂടായിട്ട് ഇത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഈ പാത്രത്തിൽ 2 എണ്ണം മീതെ കൊള്ളത്തുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളിതിനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു സൈഡ് കുക്കായതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ വാഴയിലയിലൊക്കെ ഇരുന്ന് നന്നായിട്ട് ഒന്ന് കുക്കായിട്ട് വരും. അങ്ങനെ 2-3 പ്രാവശ്യം ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ 2 അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ 2 സൈഡും നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ഈ ആവിയിലൊക്കെ വേവിച്ച് തയ്യാറാക്കുന്നതിനേക്കാളും ഇങ്ങനെ വറുത്ത് കഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്